إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ ആയുസ്സും സമയവും എങ്ങനെയാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യം സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കുണ്ടാവണം. നന്മകൾക്ക് വിധേയമായിട്ടാണോ അതോ തിന്മകളോട് രാജിയായിക്കൊണ്ടാണോ നാം ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചും നാം ആലോചിച്ചു കൊണ്ടിരിക്കണം. സത്യവിശ്വാസികൾ പ്രത്യേകിച്ചും ബോധവാന്മാരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നല്ലതും ദുഷിച്ചതും ഒരിക്കലും സമമല്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, ദുഷിച്ചത് അല്ലെങ്കിൽ തിന്മ അത് അതിൻ്റെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതുകൊണ്ട് ബുദ്ധിമാന്മാരെ എന്ന് അള്ളാഹു ഉണർത്തി വിളിച്ചുകൊണ്ട്, നിങ്ങൾ വിജയിക്കാൻ ഈ തിന്മകളും നന്മയും നിറഞ്ഞു നിൽക്കുന്ന, നന്മകളെക്കാൾ തിന്മകളുടെ ആധിക്യം കടന്നു വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ദീനിൽ നിന്നും ദീനീ ചിന്തകളിൽ നിന്നും നമ്മെ അകറ്റുന്ന തിന്മകളുടെ വ്യാപനമാണ് നമുക്ക് ചുറ്റും. അത് നാം തിരിച്ചറിയുക തന്നെ വേണം. ഇമാം മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകൂനു ബൈന യദയി സാഅതി ഫിതനുൻ ഖിതഉൽ ലൈലിൽ മുദ്ലിം. ഇതാ ഫിത്തനകൾ കടന്നു വരും അന്ത്യനാളിൻ്റെ മുമ്പായി. ആ ഫിത്തനകളുടെ പ്രത്യേകത കൂരിരുട്ട് പോലെയാണ്, അഥവാ വെളിച്ചമില്ലാത്ത, നിങ്ങൾക്ക് നന്മകളൊട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത നിലക്ക് ഫിത്തനകൾ സംഭവിച്ചു കൊണ്ടിരിക്കും. യുസ്ബിഹു റജുലു ഫീഹാ മുഅ്മിനൻ വയുംസി കാഫിറൻ. അന്ന് പ്രഭാതത്തിൽ വിശ്വാസിയായവൻ വൈകുന്നേരം അവിശ്വാസിയായിരിക്കും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരത്തിലെ വിശ്വാസി അടുത്ത പ്രഭാതത്തിൽ അവിശ്വാസിയായി മാറും. യബിഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. ഐഹിക ജീവിതത്തിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി അവനവൻ്റെ ദീനിനെ കച്ചവടം ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. തിന്മകളുടെ വ്യാപനം നമ്മെ അത്ഭുതപ്പെടുത്തുമാറ് സംഭവിക്കുന്നു എന്നത്
അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. അതും നാം ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉണർത്തി, ഫഹൽ യൻദുറൂന ഇല്ല സ്സാഅത അൻ തഅതിയഹും ബഗ്തഹ ഫഖദ് ജാഅ അശ്റാതുഹാ ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. അന്ത്യസമയം പെട്ടെന്ന് വരുന്നതിനെയാണോ അവർ കാത്തിരിക്കുന്നത്? ഇതാ അതിൻ്റെ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അങ്ങനെ അന്ത്യനാൾ സംഭവിച്ചാൽ അവർക്ക് പിന്നെ ഉത്ബോധനങ്ങൾ എങ്ങനെ ഫലപ്പെടാനാണ് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്. അല്ലാമ നാസിറു സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ഫഫീ ഹാദാ അൽ ഹസ്സു അലൽ ഇസ്തിഅദാദി ഖബ്ല മുജാഫഅത്തിൽ മൗതി ഫഇന്ന മൗതൽ ഇൻസാൻ ഖിയാമു സാഅതിഹി. ഈ ആയത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ പ്രത്യേകിച്ചും പ്രേരിപ്പിക്കുന്നുണ്ട്, മരണം പൊടുന്നനെ സംഭവിക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടാകണം. ഒരു മനുഷ്യൻ്റെ മരണം അവൻ്റെ സാഅത്ത് അതിലൂടെ, അന്ത്യസമയം അതിലൂടെ സംഭവിക്കുകയാണ് എന്നാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഏത് നന്മകളും അത് മനുഷ്യനും ഈ പ്രപഞ്ചത്തിനും ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇസ്ലാമിലൂടെ വിലക്കപ്പെട്ട തിന്മകൾ അത് മനുഷ്യനും ഈ പ്രപഞ്ചത്തിനും ആയുസ് കുറക്കുകയും ചെയ്യും എന്നത് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്തുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന തിന്മകൾ ശ്രദ്ധിച്ചാൽ ആ തിന്മകളെല്ലാം അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തഖൂമു സ്സാഅതു ഹത്താ യൽഹറൽ ഫുഹ്ശു വത്തഫാഹുശു വഖതിഅത്തുർ റഹിം വസൂഉൽ മുജാവറ. ചീത്ത അയൽപക്കം, അയൽബന്ധങ്ങൾ ദുഷിക്കൽ, കുടുംബബന്ധങ്ങൾ മുറിക്കൽ, മ്ലേച്ഛതകളും അശ്ലീലതകളും പ്രകടമാവൽ, ഇതൊന്നും പ്രകടമാവാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്. ആ ഹദീസിൽ കാണാം, യകൂനു ഫി ആഖിരി ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ഈ ഉമ്മത്തിൻ്റെ അവസാന സമയം ഭൂമി പിളർത്തലും അതുപോലെ മനുഷ്യൻ്റെ രൂപം മാറ്റലും ചരൽ വർഷവും ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അനഹ്ലികു വഫീന സ്വാലിഹുൻ. റസൂലെ, നന്മയുള്ളവർ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഇത്തരം വിപത്തുകളിലൂടെ നശിക്കപ്പെടുമോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നഅം, അതെ, ഇദാ ലഹറൽ ഖബസ്, ദുഷിച്ച കാര്യങ്ങൾ, തിന്മകൾ, വേണ്ടാത്തരങ്ങൾ, തോന്നിവാസങ്ങൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഭൂമി പിളർത്തലും അങ്ങനെ അതിലൂടെ മനുഷ്യൻ്റെ രൂപം മാറലും ചരൽ വർഷവും എല്ലാം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. മറ്റൊരു ഹദീസിൽ മത്താ ദാലിക, എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറത്തിൽ മആസിഫു വകസറത്തിൽ ഖിയാനു വശുരിബത്തിൽ ഖുമൂർ. വാദ്യമേളകൾ, സംഗീതോപകരണങ്ങൾ, അതിൻ്റെ ആളുകൾ പ്രത്യക്ഷപ്പെടുക, നർത്തകിമാർ പ്രത്യക്ഷപ്പെടുക, അവർ വ്യാപിക്കുക, അതുപോലെ വിവിധ മദ്യങ്ങൾ കുടിക്കപ്പെടുക, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂചലനങ്ങളും മനുഷ്യൻ്റെ രൂപം മാറ്റലുകളും അതുപോലെ ചരൽ വർഷവും അള്ളാഹുവിൻ്റെ ശിക്ഷയായി ഇറങ്ങും എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ വിജ്ഞാനം കുറയലും അജ്ഞത വർദ്ധിക്കലും, ഇന്ന മിൻ അശ്റാത്തി സ്സാഅത്തി അൻ യഖില്ലൽ ഇൽമു വയൽഹറൽ ജഹൽ. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് കുറയുക എന്നത്, ദീനി അറിവ് ആളുകൾക്ക് ഇല്ലാതെയാകുക, അതിനനുസരിച്ച് അജ്ഞത വർദ്ധിക്കുക, അജ്ഞത വ്യാപിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് ദീനി അറിവിൻ്റെ അഭാവം ഈ ഉമ്മത്തിനെ ഏതൊക്കെ നിലക്ക് ബാധിച്ചിട്ടുണ്ട് എന്നറിയാൻ നമ്മൾ നമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഹദീസിൽ കാണും, ഇന്ന മിൻ അശ്റാത്തി സ്സാഅത്തി അൻ യതദാഫഅ അഹ്ലുൽ മസ്ജിദി ലാ യജിദൂന ഇമാമൻ യുസല്ലി ബിഹിം. അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്
അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ, അവർക്ക് ഇമാമായി നിസ്കരിക്കാൻ ഒരാളെ കണ്ടെത്താതിരിക്കുക എന്നത്. ഒന്ന് ഇമാമ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ എനിക്കാകില്ല എന്ന് പറഞ്ഞ് ആളുകൾ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ വരാം. ഇതൊക്കെ ഇന്ന് കാണുന്നില്ലേ? ഇതൊക്കെ ഇന്ന് സമൂഹത്തിലുള്ളതാണ്. പള്ളി ഉണ്ടാക്കപ്പെടും, പള്ളിയൊക്കെ വിശാലമായി സൗകര്യങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിൽ ആളുകൾക്ക് നേതൃത്വം കൊടുത്ത് ഒന്ന് ഇമാമായി നിസ്കരിക്കൂ എന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് യോഗ്യനായ ഒരാളുടെ കുറവ്, അത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നാണ്. ഇതിൽ നമ്മളെന്താ പഠിക്കേണ്ടത്? പരമാവധി ദീനി അറിവുള്ള, ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു മയ്യിത്ത് നമസ്കാരത്തിനോ മറ്റു നമസ്കാരങ്ങൾക്കോ ഇമാമ് നിൽക്കേണ്ടി വന്നാൽ ഞാൻ അതിന് യോഗ്യനാണ്, എനിക്കതിന് കഴിയും എന്നൊരവസ്ഥയിലേക്കെങ്കിലും ദീനി അറിവുകൾ നമ്മൾ നേടിയെടുക്കണം. ദീനി അറിവിൻ്റെ അഭാവമാണ്, അല്ലെങ്കിൽ ദീനി ബോധം നമ്മിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഏറ്റവും ഉത്തമമായ സംസ്കാരത്തിൻ്റെ ആളുകളെന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പാശ്ചാത്യൻ്റെ സംസ്കാരത്തിൻ്റെ കൂടെ അത് പുൽകുന്നതും അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നതും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ്. ചാണിനു ചാണായും മുഴത്തിനു മുഴമായും ആ പൂർവികരുടെ തെറ്റായ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്ബിൻ ലദഖൽതുമൂഹു. അവരൊരു ഉടുമ്പിൻ്റെ മാളത്തിലാണ് അള്ളിപ്പിടിച്ച് കയറുന്നതെങ്കിൽ നിങ്ങളും അതിൻ്റെ പിന്നാലെ ഉണ്ടാകും. സ്വഹാബത്ത് ചോദിച്ചു, അപ്പോൾ അൽ യഹൂദ വൻ നസ്വാറ, ജൂത ക്രൈസ്തവരെയാണോ ഞങ്ങളങ്ങനെ പിൻപറ്റുക എന്ന്. ഫമൻ എന്നാണ് റസൂലുള്ള മറുപടി പറഞ്ഞത്. പിന്നെ ആരെയാണ്? ഇതൊക്കെ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ നമ്മൾ കൈയൊഴിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. നമ്മിലൂടെ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ ആളുകൾ കാണണം, അറിയണം. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സ്വഭാവത്തിലൂടെ, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലൂടെ, ഞാൻ ബന്ധപ്പെടുന്ന ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൂടെയൊക്കെ ഇസ്ലാമിൻ്റെ ഷിആറുകൾ, നമ്മളൊരു മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിൻ്റെ ഷിആർ മറ്റുള്ളവർക്ക് കാണാൻ കഴിയണം. പക്ഷെ നമ്മിലൂടെ ആ ഇസ്ലാമിൻ്റെ ഷിആറുകൾ ഇല്ലാതെയാകാം. ഇസ്ലാമിൻ്റെ പ്രകാശം നമ്മിലൂടെ കെട്ടണഞ്ഞു പോകുക. ഒരു ഹദീസിൽ കാണാം, യദ്റുസുൽ ഇസ്ലാമു കമാ യദ്റുസു വശിയു തൗബി ഹത്താ ലാ യുദ്റ മാ സിയാമുൻ വലാ സദഖത്തുൻ വലാ നുസുകുൻ. ഇസ്ലാമിൻ്റെ ആ ഭംഗി ക്ഷയിച്ച് ഒരു വസ്ത്രത്തിൽ കൊത്തിവെക്കപ്പെട്ട അലങ്കാരങ്ങൾ അത് കുറേ കാലം കഴിയുമ്പോൾ അത് നുരുമ്പി ഇല്ലാതെയാകുന്നത് പോലെ ഇസ്ലാം ആളുകളുടെ ഇടയിൽ നിന്ന് ഇല്ലാതെയാകും. അങ്ങനെ എന്താണ് നോമ്പ്, എന്താണ് നമസ്കാരം, എന്താണ് ഹജ്ജ് കർമ്മം, എന്താണ് ബലികർമ്മം, ഇതൊന്നും അറിയാത്തവരായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മിലൂടെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിന്മകൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തേതിനേക്കാളും തിന്മകൾ നാളെ കടന്നു വരും. അതൊന്നും നമുക്ക് തടുക്കാൻ കഴിയില്ല. അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി എടുത്തു പറഞ്ഞ തിന്മകൾ നമ്മിലൂടെ പുലരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മിലൂടെ പുലരരുത്, നമ്മുടെ വീട്ടിലൂടെ പുലരരുത്, നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അവരിലൂടെ ഇത്തരം തിന്മകൾ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ, അങ്ങനെ ദീനിൻ്റെ ഷിആറുകളെയും ദീനിൻ്റെ ചിഹ്നങ്ങളെയും ആ ദീനിൻ്റെ സംസ്കാരങ്ങളെയും നമ്മൾ സമൂഹത്തിൽ അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കും ഈ പ്രപഞ്ചത്തിനും ജീവസ് നൽകുന്നതാണ് നമ്മിലൂടെ പഠിപ്പിക്കപ്പെട്ട നന്മകളെന്ന് നമ്മൾ ഓർക്കുക. നമുക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസ് കുറക്കുന്നതാണ് നമ്മോട് വിലക്കപ്പെട്ട തിന്മകളെന്നും നമ്മൾ മനസ്സിലാക്കുക. ഒരു ഹദീസിൽ കണ്ടില്ലേ, സിലത്തുർ റഹിം വഹുസ്നുൽ ഖുലുഖ് വഹുസ്നുൽ ജിവാർ യഅ്മുറാനി ദിയാറ വയസീദാനി ഫിൽ അഅ്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബബന്ധം ചേർക്കൽ, സൽ സ്വഭാവം, അതുപോലെ നല്ല അയൽപക്കം സുദൃഢമായി നിലനിൽക്കൽ, അത് യഅ്മുറാനി ദിയാറ വയസീദാനി ഫിൽ അഅ്മാർ, അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും, നാടിന് അഭിവൃദ്ധി ഉണ്ടാക്കുമെന്നാണ്. ഒരു നാടിൻ്റെ അഭിവൃദ്ധി എന്നത് അവിടെ കുറേ കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഉണ്ടാകല്ല. ദീനിൽ അഭിവൃദ്ധി എന്നത് ആ നാട് നന്നായി നിലനിൽക്കലാണ്. അതെങ്ങനെ നിലനിൽക്കുന്നത്? സിലത്തുർ റഹിമിലൂടെ. ആളുകൾ കുടുംബബന്ധം മുറിച്ചു കളയല്ല, അത് ചേർത്ത് കൊണ്ടിരിക്കുക. അതുപോലെ സൽ സ്വഭാവങ്ങളായി മാറുക. അതുപോലെ നല്ല അയൽവാസിയെ ഉണ്ടാക്കുക, നല്ല അയൽപക്കം നിലനിർത്തുക. ഇതൊക്കെ നാടിന് അഭിവൃദ്ധി ഉണ്ടാക്കും, ആയുസ് വർദ്ധിക്കും. മറ്റൊരു ഹദീസിൽ, ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ. നമുക്കൊക്കെ നിർണയിക്കപ്പെട്ട കലയുണ്ട്. ആ കലാ കതറനുസരിച്ചാണ് നമ്മുടെ ജീവിതം. ആ കല
കളറിനെ പോലും കലാഇനെ പോലും ഖദറിനെ പോലും മാറ്റം വരുത്തും നമ്മിൽ നിന്ന് അള്ളാഹുലേക്ക് ഉയർന്ന പ്രാർത്ഥനകൾ എന്നാണ്. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നമുക്ക് എഴുതപ്പെട്ട ഖലാഇനെ പോലും മാറ്റുമെന്നാണ്. അതുപോലെ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറ്, ആയുസ്സിനെ വർദ്ധിപ്പിക്കാതിരിക്കില്ല പുണ്യം. ആർക്ക് പുണ്യം ചെയ്തു കൊടുത്താലും, ഏതൊരു ജീവിക്ക് പുണ്യം ചെയ്തു കൊടുക്കുക, അത് ആയുസ്സിനെ വർദ്ധിപ്പിക്കും. അതിൽ മാതാപിതാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, മക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, അയൽപക്കം പ്രത്യേകം എടുത്തു പറഞ്ഞു. അവശത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് ഏതൊക്കെ നിലക്ക് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയോ അത് നമുക്ക് ആയുസ് വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ്. ഇങ്ങനെ നന്മകളിൽ വ്യാപൃതരാവുക. തിന്മകൾ ഇങ്ങനെ കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ തിന്മകളോടൊപ്പം നമ്മൾ ചാഞ്ഞു പോകാതെ, അവയോട് രാജിയാകാതെ നന്മകളുടെ ഭാഗത്ത് നമ്മൾ നിൽക്കുക. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുകൂയിലും സുജൂദിലുമായി കഴിഞ്ഞുകൂടുക. റബ്ബിനുള്ള ഇബാദത്തുകളിൽ നിങ്ങൾ സജീവരാവുക. വഫ്അലുൽ ഖൈറ, പരമാവധി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ അത് മതി എന്നാണ്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ദീനി അറിവിൻ്റെ അഭാവം മൂലം ചിലർ അബദ്ധത്തിൽ ദീനിലെ ചില പ്രവർത്തനങ്ങൾ ചെയ്യും, അബദ്ധവശാൽ ചെയ്യും. ദീനി അറിവിൻ്റെ കുറവ് കാരണം ബിദ്അത്തുകളിലും മുഴുകും ആളുകൾ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഹദീസുകളിലൊക്കെ ധാരാളം ഹദീസുകളിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കി, വഖദ് തവാത്തറ ഫി സുന്നത്തി ദുആ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്ത പ്രാർത്ഥനകൾ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ടെന്നാണ്. പക്ഷെ അവിടെയൊക്കെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുമ്പോൾ വലം യസ്ബുത് അന്നഹു കാന യംസഹു വജ്ഹഹു ബഅദ ദുആഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച സന്ദർഭങ്ങളിലൊന്നും ആ പ്രാർത്ഥന കഴിഞ്ഞാൽ ആ കൈകൾ കൊണ്ട് മുഖം തടവിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. പലർക്കും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുഖം തടവിയില്ലെങ്കിൽ എന്തോ ഒരു പൊറുതികേടാണ്. അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ആ കൈകൾ കൊണ്ട് മുഖം തടവാൻ പാടില്ല. സ്വാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലയോട് വന്ന ഒരു ചോദ്യം, മാ ഹുക്കുമു മസ്ഹുൽ വജ്ഹി ബിൽ യദൈനി ബഅദ ദുആ. ദുആ നിർവഹിച്ച ശേഷം കൈകൾ കൊണ്ട് മുഖം തടവുന്നതിനെ കുറിച്ച് ഹുക്കുമ് എന്താണ്? അദ്ദേഹം മറുപടി നൽകി, മസ്ഹുൽ വജ്ഹി ബിൽ യദൈനി ബഅദ ദുആ അൽ അഖ്റബു അന്നഹു ഗൈറു മശ്റൂ. അതിൽ ദീനിനോട് ഏറ്റവും അടുപ്പമുള്ളത് അത് ദീനിൽ സ്ഥിരപ്പെട്ടതല്ല, ഗൈറു മശ്റൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരാരും പ്രാർത്ഥന നിർവഹിച്ച് ആ പ്രാർത്ഥന കൊണ്ട് കൈകൾ കൊണ്ട് മുഖം തടവിയത് കാണാൻ കഴിയില്ല. എന്നാൽ മുഖം തടവലുണ്ട്, ശരീരം തടവലും സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴാ? ഒരു ഹദീസിൽ കാണും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവా ഇലാ ഫിറാഷിഹി കുല്ല ലൈലത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും തൻ്റെ വിരിപ്പിലെത്തിയാൽ, ഉറങ്ങാൻ തയ്യാറായാൽ, ജമഅ കഫൈഹി, തൻ്റെ ഇരു കരങ്ങളും നിവർത്തും, സുമ്മ നഫസ ഫീഹിമ, പിന്നെ ആ കരങ്ങളിൽ ഊതും, വഖറ ഫീഹിമ ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആ കൈകളിൽ അങ്ങനെ ഊതി ഈ അവസാനത്തെ 3 സൂറത്തുകൾ പാരായണം ചെയ്യും. സുമ്മ മസഹ ബിഹിമ മസ്തത്വഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമ അലാ റഅസിഹി വവജ്ഹിഹി. എന്നിട്ട് ആ കൈകൾ കൊണ്ട് മുഖവും ആ കൈകൾ എത്തുന്ന ശരീരഭാഗങ്ങളൊക്കെ തടവും. യഫ്അലു ദാലിക 3 മർറാത്ത്, 3 പ്രാവശ്യം അങ്ങനെ ചെയ്യുന്ന. പലപ്പോഴും ഈ സുന്നത്തുകൾ നിർവഹിക്കുന്നവർ കുറയുന്നു. എന്നാൽ മറ്റു സമയങ്ങളിൽ പ്രാർത്ഥനകൾക്ക് ശേഷം ആ കൈകൾ കൊണ്ട് മുഖം തടവുന്നു.
അപ്പോൾ നമ്മൾ ദീനിലെ അറിവിൻ്റെ അഭാവമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അബദ്ധം ചെയ്യുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലതല്ലേ എന്ന നിലക്ക് ചെയ്യുകയാണെങ്കിലോ അത് ദീനിൽ ബിദ്അത്തുമായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സുന്നത്തുണ്ട്. ഞാൻ എപ്പോഴും പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗം തന്നെ, നമ്മളൊന്ന് അനങ്ങുകയാണെങ്കിൽ അവിടെ ഒരു സുന്നത്ത് നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ ഓരോ ചലനത്തിലും ഒരു സുന്നത്ത് നിർവഹിക്കാനുണ്ട്. അപ്പോൾ ഓരോ രംഗത്തുമുള്ള സുന്നത്തുകൾ പഠിക്കലാണ് അബദ്ധം വരാതിരിക്കാനും ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേടുക, ദീനനുസരിച്ച് തന്നെ ജീവിക്കുക. പരലോകമുണ്ട്, മരണം പോലെ യാഥാർത്ഥ്യമാണ് പരലോക ജീവിതം. അവിടെ സ്വർഗം ലഭിക്കണമെന്ന അതിയായ താല്പര്യവും ആഗ്രഹവും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി നേടി ജീവിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ